അപ്പോൾ നോ ഡ്രാമ, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. അപ്പോൾ ബോണസ് പോയിന്റ്, നിങ്ങളുടെ ആളെ ചേർക്കുന്ന കൂട്ടുകാരിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ ഒരു തട്ടിപ്പിൽ ഞാൻ വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല, നാട്ടിലും വീട്ടിലുള്ള മാനവും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നും ബ്രോക്കാണ്, 10 വർഷം മുന്നേയും ബ്രോക്കാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ ഞാൻ 2 സമയത്തും ബ്രോക്ക് ആണെങ്കിലും രണ്ടിനും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണ് എൻ്റെ പൈസ ഇല്ലാത്തതെന്ന്. പണ്ട് എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ പൈസ ഇല്ലാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ ബ്രോക്ക് ആവാതിരിക്കാൻ. എൻ്റെ മുമ്പുള്ളൊരു വീഡിയോയുടെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ ബോണസ് ടിപ്പ് അവസാനത്തേക്ക് വെക്കുന്നത്, അത് ആദ്യം തന്നെ പറഞ്ഞുകൂടെയെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോണസ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, ഡു നോട്ട് സേവ് ലൈക്ക് ഹെൽ. അതായത് മരിച്ചു കിടന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത തരത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ദ്രോഹിക്കാത്ത തരത്തിലോ ഇഷ്ടം പോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ശ്രമിക്കുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപയാണ് സാലറി എങ്കിൽ നിങ്ങൾ 1,500 രൂപ സേവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി ഒരു വർഷത്തിന് ശേഷം അത് 1,750, 2,500, 3,000 ആക്കി മാറ്റാൻ ശ്രമിക്കുക. അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ആ 2,500 രൂപ മുമ്പോട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ എല്ലാ മാസത്തെയും ഹാപ്പിനെസ് ഗിവപ്പ് ചെയ്തിട്ട് ഈ 1,500 എന്നുള്ളത് 1,750 ആയിട്ട് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. മേ ബി നിങ്ങൾ എല്ലാ മാസവും 1,500 രൂപയായിരിക്കും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ബിരിയാണി വേണ്ട എന്ന് വെച്ചിട്ട് ആ മാസം നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ 1,750 ആക്കാൻ ശ്രമിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. സേവിങ് 1,500 പ്ലസ് ബിരിയാണി ഇസ് ഈക്വൽ ടു ഹാപ്പിനെസ്. ബട്ട് സേവിങ് 1,750 പ്ലസ് നോ ബിരിയാണി, അത് ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് ഒന്നും കൊണ്ടില്ല. മേ ബി ലൈഫ് കുറച്ചുകൂടെ പത്തറ്റിക് ആയിരിക്കും ആക്കാൻ പോകുന്നത്. ആൻഡ് യു ആർ മിസ്സിംഗ് ദ ബിരിയാണി, നോട്ട് വർത്ത് ഇറ്റ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഡു നോട്ട് ബി എ ബ്രോക്ക് റിച്ച്. ഈ ബ്രോക്ക് റിച്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള അവസാനത്തെ പൈസ എടുത്ത് ഷോ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. എവിടെയൊന്നും ഇല്ലാതെ കുറെ ലോൺ എടുത്തുകൊണ്ടൊന്ന് ഐഫോൺ വാങ്ങിക്കുക, ഡിസൈനർ ക്ലോത്ത്സ് വാങ്ങിക്കുക. അതിനേക്കാളൊക്കെ വലിയ കോമഡിയാണ് ഈ ഫസ്റ്റ് കോപ്പി ഐറ്റംസ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. എത്രയൊക്കെ നമ്മൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മേ ബി ഇതൊക്കെ റിച്ച് മാത്രം ഇട്ടാൽ മതിയോ, പാവങ്ങൾ ഇതൊക്കെ ഇടണ്ടേ എന്ന് പറഞ്ഞ് ഇത് വാങ്ങിക്കുന്നതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സൈക്കിളും ചവിട്ടി തൊട്ടപ്പുറത്തെ ലോട്ടറി കടയിൽ പോയി ഒരു ഓണം ബമ്പർ ഭാഗ്യക്കുറി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഫസ്റ്റ് കോപ്പി ജേക്കബ് ആൻഡ് കോയുടെ വാച്ച് കിട്ടിയാൽ ആർക്കും ഒരു സംശയം തോന്നില്ലായിരിക്കുമല്ലോ, അല്ലേ? ഇനി പോട്ടെ, അങ്ങനെ കാണിച്ചിട്ട് എന്താണ് പ്രയോജനം? ഇനി നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണോ, അതോ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആണ്, നിങ്ങൾക്ക് വലിയ ജോലി ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനാണോ? അതെല്ലാം പോട്ടെ, ഇത്രയും നാൾ നമ്മളെ പുച്ഛിച്ച ആളുകളുടെ മുമ്പിൽ ഒരു ഫസ്റ്റ് കോപ്പി വാച്ച് ഇട്ടാൽ തീരുന്ന അത്ര ഫയറേ ഉള്ളൂ നമ്മുടെയൊക്കെ ഉള്ളിൽ. എനിക്കിതിൻ്റെ സൈക്കോളജി മനസ്സിലാവുന്നില്ല. പറ്റുമെങ്കിൽ അതെനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കുന്ന 90% സാധനങ്ങളും വರ್ತല്ല. ജസ്റ്റ് 90% കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. മേ ബി ചില സാധനങ്ങൾ നമ്മൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നേക്കും. അത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി വാങ്ങിക്കുന്ന സാധനം പോലും ആയിരിക്കില്ല. അത് നമുക്ക് ലൈഫ് ലോങ് മെമ്മറിയും അൺഎൻഡിങ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ തന്നേക്കാം. പക്ഷേ ഈ ലൈഫിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കറിയൂ ഇത് ശരിക്കും നമുക്ക് സന്തോഷം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരുപാട് സേവ് ചെയ്ത് ആ മേടിക്കാൻ പോകുന്ന സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഹാപ്പിനെസ് ഒന്നും തരാത്ത സാധനമായിരിക്കാം. ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ബട്ട് നമുക്കുള്ള മറ്റെല്ലാ ഹാപ്പിനെസ്സും മാറ്റിവെച്ച് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ്, ഇടയ്ക്കെങ്കിലും ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിലോ പ്ലേസിലോ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഫിനാൻസിനെ പറ്റിയോ പൈസയെ പറ്റിയോ പറയുന്ന മിക്ക ആളുകളും ഇത് ഒരിക്കലും ചെയ്യരുത് എന്നായിരിക്കും നിങ്ങളോട് പറയുന്നത്. ബട്ട് ഞാൻ പറയുന്നത് ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള പ്ലേസസിൽ ഒന്ന് പോകുന്നത് നല്ല കാര്യമാണ്. പ്രോപ്പറായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പഠിക്കും, നിങ്ങൾക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡെയിലി മോശം സ്പെൻഡിങ്ങിലേക്ക് പോകാതെ അങ്ങനെ ഫൈനായിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് മേ ബി നിങ്ങൾ കുറച്ച് സേവ് ചെയ്തെങ്കിലും തുടങ്ങും. ഇതിൻ്റെ എല്ലാം മുകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈ എൻഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നതും വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലില്ലാത്ത പൈസയ്ക്ക് കടം മേടിച്ച് ഇങ്ങനത്തെ പരിപാടി ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. 1 രൂപ പോലും കടമോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാത്ത പൈസ മാത്രം ഇങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതെനിക്ക് വർക്ക് ചെയ്യാറുണ്ട്. മേ ബി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി 5ാമത്തെ പോയിന്റ്, നോ ഫോമോ. ഫോമോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ആരെങ്കിലും ബിറ്റ് കോയിൻ വാങ്ങിച്ചാൽ ഓടിപ്പോയി ബിറ്റ് കോയിൻ വാങ്ങിക്കും. ആരെങ്കിലും വീട് വെച്ചാൽ അപ്പം പോയി വീട് വെക്കും. ഐഫോൺ, കാർ. ഇനി എല്ലാവരും കറങ്ങാൻ മണാലി പോയാൽ അപ്പം തന്നെ മണാലി പോകണം. അപ്പോൾ ഇങ്ങനെ മാസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പം തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ബ്രോക്ക് ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീഡിയോ കഴിഞ്ഞു.